ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ അതേ നമ്മൾ മൂന്നാമത്തെ ദിവസം നമ്മുടെ സൈക്കിൾ ജേണി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതേ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മുടെ വീട്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് വെളുപ്പിന് 5:30 മണിക്ക് എഴുന്നേറ്റ് വീടിൻ്റെ ചുറ്റിനുള്ള ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഇതേ ഈ ഭാഗത്ത് നമ്മുടെ കളാത്തിയ ലൂട്ടുണ്ട്, ഈ ഭാഗത്ത് നമ്മുടെ മഞ്ഞ ബാമ്പു ഉണ്ട്, ഈ ഭാഗത്ത് പിന്നെ കുറച്ച് പുതിയ ചെടികളുണ്ട്, ആ ഭാഗത്ത് ചെടിയുണ്ട്, അപ്പുറത്ത് ചെടിയുണ്ട്. അങ്ങനെ ഇതിനൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മാളക്ക് പോകാനായിട്ടാണ് ട്രൈ ചെയ്യണം. അപ്പോൾ എവിടെയും വരെ പോകുമെന്നറിയില്ല, അവിടെ ഏതൊക്കെ സ്ഥലങ്ങൾ കാണിക്കാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടിയുള്ള വഴിയൊക്കെ കടന്ന് ഇനി നമ്മൾ വല്ലക്കുന്നിലേക്ക് പോയി. വല്ലക്കുന്നിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ റൈറ്റ് എടുത്തിട്ട് നമുക്ക് തൊമ്മാന വഴിയോ അല്ലെങ്കിൽ താഴേക്കാട് വഴിയോ നമുക്ക് മാടക്ക് പോവാം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോണത് താഴേക്കാട് വഴിയുണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം സമയം 6:36, 6:30. അപ്പോൾ ഇപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ. 5:30 കഴിഞ്ഞിട്ടിപ്പോൾ കിടില തണുപ്പായിരുന്നു, ഇപ്പോഴും നല്ല തണുപ്പുണ്ട്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് താഴേക്കാട് വഴി പോവാം. അപ്പോൾ താഴേക്കാട് വഴി പോകാൻ നേരത്ത് താഴേക്കാട് ഏറ്റവും ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് താഴേക്കാട് പള്ളിയാണ്. ഓക്കെ, വരലക്ഷ്മി ബസ് വന്നുകൊണ്ടിരിക്കണം. നല്ല കിടിലം മഞ്ഞാണ് കേട്ടോ, പാടത്തൊക്കെ മഞ്ഞ്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് വല്ലക്കുന്ന് പാടം. അപ്പോൾ അവിടെ നല്ല കിടിലൻ മഞ്ഞ് കാണുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പോയി കാണുന്നതാണ് വല്ലക്കുന്ന് ജംഗ്ഷൻ. അവിടെ നിന്ന് റൈറ്റ് പോയാൽ നമുക്ക് ഇരിഞ്ഞാലക്കുട, കൊടുങ്കല്ലൂരി, മതിലകം തുടങ്ങിയ സ്ഥലത്ത് പോവാം. ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് ചാലക്കുടി, കൊടകര, എറണാകുളം, തൃശ്ശൂർ ആ ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വല്ലക്കുന്ന് ജംഗ്ഷനിലേക്കാണ് പോണത്. ഓക്കെ, അപ്പോൾ ഇതാണ് വല്ലക്കുന്ന് ജംഗ്ഷൻ. വല്ലക്കുന്ന് ജംഗ്ഷനിൽ രാവിലെ ഓട്ടോറിക്ഷകളൊക്കെ വന്നു, ആൾക്കാരൊക്കെ ജോലിക്ക് പോയി തുടങ്ങും. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റാണ് നമ്മൾ പോണത്. ഓക്കെ ഗൈസ്, അപ്പോൾ അതെ നമ്മൾ വല്ലക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തു. ഇനി നമുക്ക് നമ്മുടെ കല്ലേറ്റിങ്കര വഴി പോവാം, അല്ലെങ്കിൽ അതല്ലെങ്കിൽ അതിന് മുമ്പ് ഷോർട്ട് കട്ട് ഉണ്ട്, ആ വഴിയൊക്കെ നമുക്ക് മാളക്ക് പോവാട്ടോ. നമ്മൾ കല്ലേറ്റിങ്കര വഴി പോകുമ്പോഴേ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കല്ലേറ്റിങ്കരക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ഈ ഹോസ്പിറ്റലിൻ്റെ പേരാണ് നിംബർ.
നിംബർ ഹോസ്പിറ്റൽ. നിംബർ ഹോസ്പിറ്റൽ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെയൊക്കെ നല്ലോണം സംസാരിക്കാൻ ഇതുണ്ട്. ഇതാണ് നിംബർ ഹോസ്പിറ്റൽ. അപ്പോൾ നിംബർ ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഇതിൻ്റെ ഫുൾ നെയിം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ എന്നാണ് പേര്. അപ്പോൾ നിംബർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമ്മൾ പോകുന്നത് കലൈറ്റുംകരയിലേക്കാണ് കേട്ടോ. വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞാണ് രാവിലെ വന്നുകൊണ്ടിരിക്കുന്നത്. ക്രസൻറ്റ് പബ്ലിക് സ്കൂളിൻ്റെ ബസ് പോകുന്നുണ്ട് സ്കൂള്. അപ്പോൾ ക്രസൻറ്റിൽ നിന്ന് ക്ലാസ് ഉണ്ട് നമ്മൾ. ഗൈസ്, അപ്പോൾ അത് ഈ കാണുന്നത് വല്ലക്കുന്ന് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നമ്മുടെ പൈലറ്റിൻ്റെ ഒരു പൈലറ്റ് സ്മിത്തിൻ്റെ ഒരു ഫാക്ടറി കണ്ടത് എന്താ, പൈലറ്റ് സ്മിത്തിൻ്റെ ഫാക്ടറിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അരിപ്പൊടി, മുളക് പൊടിയൊക്കെ പൊടിക്കുന്ന മെഷീൻസ്, അതുപോലെ സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്കൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ഒരു പ്രോജക്റ്റ്, ഒരു ഫാക്ടറിയാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടോ. ഇവിടെയൊക്കെ വേറെ അനേകം ഫാക്ടറികളുണ്ട്. ഇതാണ് ഗ്രീൻ ഹോപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്ക് വിൽക്കണ കടയൊക്കെ ഉണ്ട്, വാട്ടർ ടാങ്ക് വിൽക്കണ ഫാക്ടറി. അതൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ട്. ഇനി ഹെഡ് ഓഫീസ് ഉണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ മുമ്പിലൊരു വലിയൊരു വിമാനമൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ കല്ലേറ്റിൻകര അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കാണുന്നതാണ് പൈലറ്റ് സ്മിത്തിൻ്റെ എന്താണ് അവരുടെ ഹെഡ് ഓഫീസാണ് ഈ കാണുന്നത്. ഈ ഓടിട്ടല്ല, അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നതാണ് അവരുടെ ഹെഡ് ഓഫീസ്. വലിയൊരു വിമാനമൊക്കെ വന്നിറങ്ങണ പോലത്തെ ഒരു പടമൊക്കെ ഉള്ള കിടിലൻ സാധനം ഉണ്ടോ. ഞാനത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് പൈലറ്റ് സ്മിത്തിൻ്റെ ഹെഡ് ഓഫീസ്. ഇത് കല്ലേറ്റിൻകരയിലാണ്. പിന്നെ കല്ലേറ്റിൻകരയിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയ്ക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ, അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് കല്ലേറ്റിൻകരയ്ക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പൈലറ്റ് സ്മിത്തിൻ്റെ ബോർഡൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ നേരെയുള്ള ഹെഡ് ഓഫീസ്. ഇത് ഒരു വിമാനം പറന്നിറങ്ങണുണ്ട്. വിമാനമല്ല, ഇതൊരു എന്താണ് യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു എയർക്രാഫ്റ്റാണ് ഇത്. പൈലറ്റ് സ്മിത്തിനൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ഓഫീസ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും കല്ലേറ്റിൻകരയ്ക്ക് പോവാം. അത് കോട്ടയം ഫാസ്റ്റ് പാസഞ്ചറാണ്. അത് ഈ സമയത്ത് 6:30 മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കല്ലേറ്റിൻകര ഭാഗത്തു നിന്നൊക്കെ ഈ വണ്ടി കിട്ടും. ഏകദേശം 10:30 മണിയാകുമ്പോൾ, രാവിലെ 10:30 മണിയാകുമ്പോൾ ഇത് കോട്ടയത്ത് ചെല്ലോട്ടാണ്. ഞാനൊരു 2-3 പ്രാവശ്യം ആ ഒരു KSRTC ബസ്സിന് കോട്ടയത്ത് പോയിട്ടുണ്ട് ഒരു മീറ്റിങ്ങിനൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് 6:30 കയറിയാൽ 10:30 ആകുമ്പോഴേക്കും നമുക്ക് കോട്ടയത്ത് ചെല്ലാം, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് കല്ലേറ്റിൻകര ടൗൺ കേട്ടോ. ഈ കല്ലേറ്റിൻകരയിൽ വരാൻ നേരത്ത് എപ്പോഴും നമുക്കൊരു ഡൗട്ടുള്ളതാണ് എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കല്ലേറ്റിൻകര പള്ളി. ഇത് ഇവിടുന്ന് നേരെ പോയാൽ കല്ലേറ്റിൻകര റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ലെഫ്റ്റ് പോയാൽ നമുക്ക് മുകളിലേക്ക് പോയാൽ ആളൂരി, കൊടകര, ചാലക്കുടി ആ ഭാഗത്തോട്ടൊക്കെ പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ റെയിൽവേന്ന് ഒരു ട്രെയിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കല്ലേറ്റിൻകര റെയിൽവേ സ്റ്റേഷനാണ് ഇരിഞ്ഞാലക്കുടയുടെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ. ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്ന് നമുക്ക് പോയാൽ ചാലക്കുടിയിലെ റെയിൽവേ സ്റ്റേഷനിൽ കയറാം, കല്ലേറ്റിൻകര കയറാം, നെല്ലായി കയറാം. അതിൽ കിലോമീറ്റർ അടിസ്ഥാനത്തിൽ ഏറ്റവും അടുത്തുള്ളത് ഈ കല്ലേറ്റിൻകര റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ കല്ലേറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ നന്നായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ട്രെയിനുകൾ നിർത്തുന്ന ഒരു സ്റ്റേഷനായിട്ട് ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. ചേട്ടൻ്റെ ഉറങ്ങി കഴിഞ്ഞു. അപ്പോൾ അതെ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് കല്ലേറ്റിൻകര റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. ഇവിടെ നേരെ പോയാലും റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രിയാണ്. അപ്പോൾ കാറൊക്കെ വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ
മുമ്പിൽ കൂടെയുള്ള ഈ വഴിക്ക് അങ്ങോട്ട് പോയാൽ നമുക്ക് മാളക്ക് പോവാം. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ കല്ലേറ്റിങ്കര അടുത്തുള്ള ഒരു തിയേറ്റർ ആയിരുന്നു. ഈ തിയേറ്റർ ഇപ്പോൾ പൂട്ടി, എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം ഇത് പൂട്ടിയിട്ട്. എന്നിട്ട് അവിടെ ഇപ്പം നീൽക്കമ്മലിൻ്റെ ഒരു ഗോഡൗൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ രാവിലെ ആൾക്കാർ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് വരുന്ന കാഴ്ചകളാണ് കാണുന്നത്. അതിൽ കുറേ ആൾക്കാർ പല സ്ഥലത്ത് പോയിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് മേജറാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഈ എന്താണ്, അവിടെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലൊക്കെ ടീ ഷോപ്പൊക്കെ അനുവദിച്ചു. ആദ്യം ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഒരു ടീ ഷോപ്പാണ് ഉള്ളത്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ AC റൂമൊക്കെ ആവുന്നുള്ളൂ കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നും ആയിട്ടില്ല ഗൈസ്. അപ്പം നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാളക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് ലെഫ്റ്റിൽ കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് കൊമ്പിടി മാർക്കിലെത്തും. അവിടെ നിന്ന് നമുക്ക് നേരെ പോയാൽ അഷ്ടമിച്ചിറയിൽ നിന്ന് നേരെ പോയാൽ മാള, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരണത്. പക്ഷേ ഞാൻ നേരെ പോകണമെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ എന്താണ് കുരിശുമുത്തപ്പൻ്റെ താഴേക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് തീർത്ഥാടന കേന്ദ്രമുണ്ട് താഴേക്കാട്. അപ്പോൾ താഴേക്കാട് പള്ളി ഒന്ന് കാണിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകണത് കേട്ടോ. അപ്പോൾ താഴേക്കാട് പള്ളിയുടെ തൊട്ടടുത്തതിനായിട്ട് ഒരു ശിവക്ഷേത്രമൊക്കെ ഉണ്ട്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഭാഗത്ത് മുസ്ലിങ്ങൾ കുറവാണ്. നമ്മുടെ കല്ലേറ്റിങ്കര ഭാഗത്ത് മുസ്ലിംസ് ഉള്ളത്. ഈ ഭാഗത്ത് ക്രിസ്ത്യൻസും ഹിന്ദുസാണ് കൂടുതലായിട്ടുള്ളത്. ക്യാമറ തിരിഞ്ഞു വീസപ്പതേ നമ്മൾ നമ്മുടെ കല്ലേറ്റിങ്കര പള്ളിയുടെ അടുത്തേക്ക് പോയിട്ട് ഗൈസ്. അപ്പതേ നമ്മൾ കല്ലേറ്റിങ്കര പള്ളിയുടെ അടുത്തേക്ക് എത്തിയാണ്. അപ്പോൾ ഭയങ്കര വലിയൊരു ആലുണ്ട്. ഈ ആല് കടന്നിട്ട് വേണം നമുക്ക് പള്ളിയുടെ അങ്ങോട്ട് പോകാൻ കേട്ടോ. കണ്ടോ, ഇതാണ് ആല്. നല്ല വെട്ടി ഒതുക്കി ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചേക്കണം. നല്ല കിടുകൻ ആലാണ്. അപ്പം ആലിന് നേരെ പോയാൽ കാണുന്നതാണ് ശിവക്ഷേത്രമെന്നൊക്കെ കണ്ടോ. അപ്പോൾ താഴേക്കാട് ശ്രീ മഹാശിവക്ഷേത്രമാണ് കാണുന്നത്. അപ്പോൾ ഈ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പള്ളി വന്നത് കേട്ടോ. ഇതാണ് ശിവക്ഷേത്രം. ഇവിടെയാണ് പള്ളി വന്നത്. ഇത് സെൻറ്റ് സെബാസ്റ്റ്യൻ UP സ്കൂളാണ്. ഇതാണ് കേട്ടോ പള്ളി. അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം ഉണ്ട്. നല്ലൊരു പള്ളിയാണ്. പണ്ട് ഇതൊരു പഴയ സ്റ്റൈലിലുള്ള പള്ളിയായിരുന്നു. ഇപ്പം ഇത് നന്നായിട്ടൊക്കെ നവീകരിക്കുകയൊക്കെ ചെയ്തിട്ട് പോകണ്ട. ഇത് AD 800 സ്ഥാപിതമായേക്കണ തിരിച്ചടിയാണ്. അവിടെ എഴുതിയിട്ടുണ്ട് AD 800. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് പള്ളി. പള്ളിയിൽ ഇപ്പോൾ കുർബാനയൊക്കെ നടക്കണ്ട. അപ്പോൾ ഇവിടെ ഊട്ടുതിരുന്നാളൊക്കെ ഉണ്ട്. ഓക്കെ, ജനുവരി 21, 24, 25 ഊട്ടുതിരുന്നാളാണ്. ഇതാണ് കല്ലേറ്റിങ്കര പള്ളി. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമാണിത്. അപ്പം ഇതാണ് AD 800 സ്ഥാപിതമായേക്കണ കുരിശടി. ശരിക്കും ഈ ഒരു പള്ളിക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് വെച്ചാൽ കുരിശുമുത്തപ്പനാണ്. കുരിശുമുത്തപ്പനോട് പ്രാർത്ഥിച്ചാൽ എല്ലാ രോഗങ്ങളും മാറും, അതുപോലെ എല്ലാ പ്രതിസന്ധികളും മാറും എന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ വിശ്വാസം. അതുകൊണ്ട് തന്നെ കുരിശുമുത്തപ്പനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഈ കുരിശുമുത്തപ്പൻ വിശുദ്ധ സെബസ്ത്യാനോസ് ആണ്. അപ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥതയിലുള്ള പള്ളിയാണിത്.
അപ്പോൾ ഇവിടെയാണ് കുരിശുമുത്തപ്പൻ ആയിട്ട് പറയണം. അപ്പോൾ കുരിശുമുത്തപ്പനോട് പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ചരിത്രമുണ്ട്. അപ്പോൾ ആ ചരിത്രം ഞാൻ ഒന്ന് റെഫർ ചെയ്ത് നോക്കിയിട്ട് അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമുക്ക് മാളക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് മാളക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുരിശുമുത്തപ്പൻ്റെ പള്ളിയിൽ, താഴേക്കാട് പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് സീറോ മലബാർ സഭയുടെ കീഴിലുള്ള ഇരിഞ്ഞാലക്കുട ഡയസിൻ്റെ കീഴിലുള്ള പള്ളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി മാളക്ക് പോകാം. അപ്പോൾ ഇവിടെ നിർമ്മല കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ ഒരു ബസ്സാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ കയറ്റവും ഇറക്കമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ കയറി ഒരു ചെറിയ മല കയറിയാണ്. ഇനി ഇവിടുന്ന് ഒരു ഇറക്കമാണ്. ആ ഇറക്കം കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്കാണ് മാളക്ക് കൊണ്ട് വഴി കേട്ടോ. പൈസ ഈ ബോർഡ് നോക്കിയാൽ മനസ്സിലാവും. നേരെ പോയ റെയിൽവേ സ്റ്റേഷൻ, റൈറ്റ് പോയാൽ കൊമ്പിടിഞ്ഞ് മാക്കൽ. അപ്പോൾ അവിടെ നിന്ന് നേരെ വീണ്ടും പോയാൽ അഷ്ടമിച്ചിറ, അത് കഴിഞ്ഞ് മാള കഴിഞ്ഞാൽ പൊയ്യ കഴിഞ്ഞാൽ പുത്തമ്പേരിക്കര, പിന്നെ നോർത്ത് കുറവിൽ. റൈറ്റിലാണ് പോകണം. ഗൈസ്, ഇത് താഴേക്കാട് ആദ്യത്തെ പള്ളിയാണ് കേട്ടോ. ഇത് ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പള്ളി, സെയിൻറ്റ് ആൻ്റണി കുരിശുപള്ളി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പള്ളിയുടെ അവിടെ ഒരു നല്ലൊരു സെമിത്തേരി ഉണ്ട്. അതിനുള്ളിൽ ഒരു കല്ലറ. സെമിത്തേരിയൊക്കെ നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കണം ഒരു സെമിത്തേരിയാണ് കേട്ടോ. നല്ല രസമാണ് ആ സെമിത്തേരി കാണാനായിട്ട്. ഒരു അടഞ്ഞെടുക്കണം, കാരണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടൊരു മടി. അല്ലെങ്കിൽ ശരിക്കും നന്നായിട്ട് കാണാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇപ്പോൾ അതൊന്നും ചീത്ത പറയുന്നറിയില്ല, അത് കാരണം ഞാൻ അങ്ങോട്ട് പോകാത്ത. ഓക്കെ, വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥതയിലുള്ള പള്ളിയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടായിരുന്നു ശവം അടക്കി വെച്ചത്, സിമിത്തേരി. ഇപ്പോൾ താഴേക്കാട് പള്ളിയുടെ അടുത്ത് തന്നെ സിമിത്തേരിയൊക്കെ ആയപ്പോൾ അവർ അങ്ങോട്ട് കൊണ്ടുപോയാണ്. ഇതിൻ്റെ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ കാണാം, ആ ഒരു സിമിത്തേരിയുടെ പടിപ്പുരയുടെ. വരാൻ നേരത്ത് കാണാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് കാണാം ആ സെമിത്തേരി. അത് കിടിലൻ സെമിത്തേരിയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ മാളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മണി 7:05, അരമണിക്കൂറായി നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കൊമ്പിടി എത്താറായി കേട്ടോ. കൊമ്പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദൂരമുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട് കൊമ്പിടി. നോക്കട്ടെ ഗൈസ്, അപ്പോൾ നമ്മൾ കൊമ്പിടിയിലേക്ക് എത്താണ്. അപ്പോൾ ഈ അവിടെ നിന്ന് ഓട്ടോറിക്ഷയും കാറൊക്കെ വന്ന് കയറണത്, ഈ ബൈക്കൊക്കെ വന്ന് കയറണത്, അത് ഔട്ടത്തൂർക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് പോയാൽ ഔട്ടത്തൂർക്കും പോവാം. ഞാൻ വന്ന വഴി കൂടി പോയാണെങ്കിൽ നമുക്ക് കല്ലേറ്റിങ്കര, താഴേക്കാട് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോവാം. ഔട്ടത്തൂർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇരിഞ്ഞാലക്കുട പോവാം, അല്ലെങ്കിൽ അവിടെ നിന്ന് മാള പോവാം.
മാളല്ല, കൊടുങ്ങല്ലൂർ പോവാം. ഇനിയിപ്പോൾ ഈ ആ കാണുന്ന ഹമ്പും കഴിഞ്ഞ് ആ കയറ്റവും കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കൊമ്പിടി ടൗണാണ് കേട്ടോ. നേരം ഇവിടുത്തെ തുടങ്ങുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ കൊമ്പിടി ടൗണിലേക്ക് പോയാണ്. ഇവിടെ ഒരു ജുമാ മസ്ജിദ് ഉണ്ട് കേട്ടോ, ഒരു മുസ്ലിം പള്ളി ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കൊമ്പിടി ടൗണിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ജംഗ്ഷനിലേക്കാണ് ചെല്ലുക. അവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ നമുക്ക് ആളൂർക്ക് പോവാം. സ്ട്രെയിറ്റ് പോയാൽ മാള, റൈറ്റിലേക്ക് പോയാൽ നമുക്ക് കൊടുങ്ങല്ലൂർക്ക് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ കൊമ്പിടി ടൗണിലേക്ക് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ലെഫ്റ്റ് പോയാൽ നമുക്ക് ആളൂർ പോവാം. നേരെ പോയാൽ മാള, റൈറ്റിലേക്ക് പോയാൽ നമുക്ക് ആ വഴി വെള്ളാങ്കല്ലൂരല്ല, വെള്ളാങ്കല്ലൂരിൽ നിന്ന് പറഞ്ഞെങ്കിൽ നേരെ മതിലകം പോവാം. അല്ലെങ്കിൽ ലെഫ്റ്റ് പോയാൽ കൊടുങ്ങല്ലൂർ പോവാം, റൈറ്റ് പോയി ഇരിഞ്ഞാലക്കുട പോവാം. അപ്പോൾ ഇതൊരു ചെറിയൊരു ടൗണാണ് കേട്ടോ. ചെറിയ ടൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഫെസിലിറ്റികളുള്ള ഒരു ടൗണാണ്. സ്കൂള്, ഹോസ്പിറ്റല്, അതുപോലെ ഹോട്ടൽസ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതാണ് ആ കാറ് വരുന്നതാണ്, റൈറ്റ് സൈഡിൽ നിന്ന് കാറ് വരുന്നതാണ്. നമുക്ക് വെള്ളാങ്കല്ലൂർക്ക് പോകാവുന്ന ഒരു വഴിയാണ്. ഈ വഴിക്ക് പോയാൽ നമുക്ക് ചാലക്കുടി പോകാം. ചാലക്കുടി പോവാം. ഇത് ജോയൽ കോഫി ഷോപ്പ്, നല്ല തിരക്കാണല്ലോ ജോയൽ കോഫി ഷോപ്പിൽ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ആൾക്കാരുടെ തിക്കും തിരക്കാണ്. നമ്മളൊക്കെ നേരെ നിർത്താണ്ട് കൊമ്പിടി കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണ്. ഇനി അടുത്തൊരു ജംഗ്ഷൻ പറഞ്ഞത് കുണ്ടായി ഹോസ്പിറ്റലിൻ്റെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഒരു മദർ എലീശ ഉണ്ടെന്നാണ്, അവരുടെ ശവകുടീരമൊക്കെ ഉണ്ട്. അതുപോലെ കുണ്ടായി ഹോസ്പിറ്റലുണ്ട്, അതുപോലെ നഴ്സിംഗ് ഹോസ്റ്റലുണ്ട്, എസ് എൻ വിദ്യാഭവൻ. പിന്നെ CBSE പിള്ളേർക്കൊക്കെ ക്ലാസ് ഉണ്ട്. രണ്ട് വണ്ടി കൊണ്ടല്ലോ, അപ്പോൾ വേറെ എന്തിനു പോയി. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മുന്നിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരെയാണ് ഈ കൊമ്പിടി ടൗൺ ഉള്ളത് കേട്ടോ. ഈ ലെഫ്റ്റ് കാണുന്നത് സെൻറ്റ് മേരീസ് ചർച്ച്, കുഴിക്കാട്ടുശ്ശേരി ചർച്ചാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോണത് കുണ്ടായി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കുഴിക്കാട്ടുശ്ശേരി ജംഗ്ഷൻ. കുഴിക്കാട്ടുശ്ശേരി ജംഗ്ഷൻ കഴിഞ്ഞാൽ അഷ്ടമിച്ചിറ ജംഗ്ഷൻ. അല്ല, അതിക്കുമ്പോൾ എന്താണ് പാമ്പ് മേക്കാട് മനയുണ്ട്. പാമ്പ് മേക്കാട് മന കഴിഞ്ഞാലാണ് അഷ്ടമിച്ചിറ ജംഗ്ഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഴിക്കാട്ടുശ്ശേരി ജംഗ്ഷനിലേക്കാണ്. നാളെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഓക്കെ.